നമസ്കാരം. മങ്ങാട്ട് തറവാട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുകയാണ്. ഇപ്പോൾ വളരെ തിരക്കുള്ള സമയമായതുകൊണ്ട് ഡെയിലി നക്ഷത്രഫലം അഥവാ ദിവസഫലം എല്ലാ ദിവസവും ചെയ്യാൻ കഴിയാതെ വരുന്നുണ്ട്. എങ്കിലും ബ്രഹ്മവിദ്യ പ്രകാരം അഥവാ ദൈവികമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുകയാണ്. നക്ഷത്രഫലപ്രകാരം പറയുന്ന കാര്യങ്ങൾ 100-ൽ 5% കാര്യങ്ങൾ മാത്രമായിരിക്കും ഓരോ ആളുകൾക്കും ഗുണകരമായിട്ട് വരാനുള്ള സാധ്യത. അപ്രകാരം ചിന്തിക്കുമ്പോൾ അതിനേക്കാളേറെ ഗുണം കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ചാനലിലൂടെ പറഞ്ഞു പോകാൻ കഴിയും. ഒരുപക്ഷെ അത്തരം കാര്യങ്ങൾ ശ്രവിക്കുക വഴി കുറച്ചും കൂടി ഗുണാനുഭവങ്ങൾ നിങ്ങളുടെയൊക്കെ ജീവിതത്തിലേക്ക് ഇതിലൂടെ വന്നു ചേരുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ചില എപ്പിസോഡുകൾ കൂടി ഇതിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഓരോ ദിവസത്തെയും വാർത്തകളിലൂടെ നമ്മൾ കേൾക്കുന്ന ദുഃഖകരമായ സംഭവങ്ങൾ നമ്മളെല്ലാവരും തന്നെ വേദനിപ്പിക്കാറുണ്ട്. അത് അപകടമാകാം, അല്ലെങ്കിൽ മറ്റു രീതിയിൽ ചിലർക്ക് സംഭവിക്കുന്ന ദുരാനുഭവങ്ങളാവാം. ഒരുപക്ഷെ ഈ ഒരു സമയത്തെ ഗ്രഹനില പ്രകാരം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളത്, അല്ലെങ്കിൽ ഓരോ നക്ഷത്രക്കാരും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പല എപ്പിസോഡുകളായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ എല്ലാ ആളുകളും എല്ലാ എപ്പിസോഡും കാണണമെന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴായിട്ട് ഈ കാര്യങ്ങൾ ആവർത്തിച്ച് പറയുകയും ഉണ്ടായി. ഇനി നക്ഷത്രം അറിയാത്ത ആളുകൾക്ക് പോലും ഏതെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ അത്തരം പ്രയാസങ്ങൾ പിന്നീട് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ദുരാനുഭവങ്ങളൊക്കെ നമ്മുടെ ആരുടെയെങ്കിലും ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ ജ്യോതിഷത്തിൽ ചില മാർഗങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒരാളുടെ ജാതകത്തിലെ ഗ്രഹനില പരിശോധിച്ച് ലഗ്നത്തിന്റെ 6-ാം ഭാവം 8-ാം ഭാവം എന്നിവ കൊണ്ട് ആയുരാരോഗ്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് ദേവപ്രീതി കുറവുള്ള ജാതകമാണെങ്കിൽ അവരുടെ പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഏതൊക്കെ കാലങ്ങളിലാണ് ദുരനുഭവങ്ങൾ വരുന്നതെന്ന് വിലയിരുത്തുകയും അതിനുശേഷം ആ ഒരു സമയത്തിന് മുന്നോടിയായിട്ട് അത്തരം പ്രയാസങ്ങൾ വരാതിരിക്കാനുള്ള പ്രാർത്ഥനകൾ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, പ്രാർത്ഥന എന്ന് പറയുമ്പോൾ വിശ്വാസികളായിട്ടുള്ള ആളുകളെല്ലാം തന്നെ പ്രാർത്ഥിക്കുന്നവരായിരിക്കും. എല്ലാ ആളുകൾക്കും അവരുടെ കർമ്മത്തിന്റെ വ്യത്യാസം അനുസരിച്ച് പ്രാർത്ഥന മാത്രം മതിയാകുകയില്ല. ചില ആളുകൾക്ക് ദോഷഫലങ്ങൾ ഇല്ലാതിരിക്കാൻ ദാനധർമാദികൾ ചെയ്യേണ്ടതായിട്ടുണ്ടാകും. ചില ആളുകൾക്ക് അർച്ചനകളും വഴിപാടുകളും ഒക്കെ നടത്തേണ്ടതായിട്ടും ഉണ്ടാകും. എന്നാൽ ഭാഗ്യമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും അവരുടെ ജീവിതത്തിൽ യാതൊരു ദോഷഫലങ്ങളും ഉണ്ടാകുകയില്ല. ഭാഗ്യ നിർഭാഗ്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് കാരണം അവരവരുടെ തന്നെ മുജ്ജന്മമോ ഈ ജന്മത്തിലെയോ കർമ്മഫലങ്ങളാണ് എന്ന് പറയാറുണ്ട്. പൊതുവിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഇപ്രകാരം പറയും: ഈ ഒരു കാലത്ത് ആർക്കാണ് അസുഖങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ ആക്സിഡന്റുകളൊക്കെ ഉണ്ടാകുന്ന ആർക്കാണെന്ന് അറിയില്ല എന്നൊക്കെ നമ്മൾ പറയും. അതൊക്കെ ആർക്ക് വേണമെങ്കിലും വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. പക്ഷെ ജ്യോതിഷ പ്രകാരം പറയുമ്പോൾ ഇത്തരം കാര്യങ്ങൾ അപ്രകാരം എല്ലാ മനുഷ്യർക്കും സംഭവിക്കണമെന്നില്ല എന്നും, അഥവാ ചില ആളുകൾക്ക് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും അതിന് അവരുടെ പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തി ചില കാലങ്ങളുണ്ട് എന്നും പറയുന്നു. എന്നാൽ പൊതുവായിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഗ്രഹനില പ്രകാരം പറയുന്നതാണ് നമ്മൾ വർഷഫലവും മാസഫലവും അതുപോലെ ദിവസഫലങ്ങളും ആഴ്ചഫലങ്ങളും എല്ലാം തന്നെ. എന്നാൽ ഒരു വ്യക്തിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും തന്നെ അതിലൂടെ സൂചിപ്പിക്കാൻ കഴിയില്ല. കാരണം ഒരേ നക്ഷത്രക്കാരിൽ തന്നെ വ്യത്യസ്ത ജീവിത അനുഭവങ്ങളുള്ള ആളുകൾ ഉണ്ടാവും. അങ്ങനെയെങ്കിൽ അവരുടെ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ ജാതകത്തിലെ ഗ്രഹനില പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ചില ആളുകൾ ഇത് വളരെ നിസ്സാരമായ ഒരു കർമ്മമായി കണക്കാക്കുന്നു. എന്നാൽ ഒരു ജാതകം എഴുതുന്നതിനേക്കാൾ കൂടുതൽ സമയമെടുത്താണ് ഒരാളുടെ ജാതകം സമ്പൂർണ്ണ വിചിന്തനം ചെയ്യുന്നത്. ഏതാണ്ട് 1 മണിക്കൂറെങ്കിലും സമയമെടുത്ത് 12 പ്രധാനപ്പെട്ട കാര്യങ്ങളെയും വിശകലനം ചെയ്ത് സ്ഫുടം ചെയ്ത് എഴുതിയെടുക്കുമ്പോഴാണ് കൃത്യമായിട്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഏതൊക്കെ സമയങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ജ്യോതിഷത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ അവരവരുടെ ജാതകത്തിലെ ഗ്രഹനില പരിശോധിക്കുകയും ജീവിതാനുഭവങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കേണ്ടതായിട്ടുമുണ്ട്. നമ്മളൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങൾ എത്രത്തോളം ശരിയാണ് എന്നുള്ളത് അവരവരുടെ ജാതക നിരൂപണത്തിലൂടെ സ്വയം വിലയിരുത്തുകയും കഴിഞ്ഞുപോയ കാര്യങ്ങളുമായി താരതമ്യപ്പെടുത്തി അപ്രകാരം കണ്ടെത്തുന്ന കാര്യങ്ങൾ വളരെയേറെ ശരിയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പഠിക്കാനുള്ള താല്പര്യം ജനിച്ചിട്ടുള്ളതും പിന്നീട് ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. പലപ്പോഴും എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഒരു വിശ്വാസം മാത്രം ഉണ്ടായാൽ പോരാ, അതിൽ സത്യമുണ്ട് എന്നുള്ള ഒരു കൃത്യത നമുക്ക് വരുമ്പോഴാണ് അത്തരം കാര്യങ്ങൾക്ക് നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി കഴിയുക. ഒരുപാട് ആളുകൾ ജാതകം നോക്കുന്നതിനും അല്ലെങ്കിൽ വാസ്തുപരമായ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഫോണിലേക്ക് വിളിക്കാറുണ്ട്. ഇതിൽ ജാതക പരിശോധന നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകളോട് പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യമാണ് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ഒന്നും തന്നെ ആദ്യം ഫോണിലൂടെ പറയരുത് എന്നുള്ളത്. കാരണം ഒരാളുടെ ജാതകം പരിശോധിക്കുമ്പോൾ അവരുടെ ഇപ്പോഴത്തെ പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും ഇപ്പോൾ അവർ അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ സാധിക്കുമെന്നാണ് ജ്യോതിഷ പ്രകാരം പറയുന്നത്. അപ്രകാരം എങ്കിൽ ഒരാളുടെ ഗ്രഹനില പരിശോധിച്ച് ഈ കാര്യങ്ങൾ അങ്ങോട്ടേക്ക് പറയുമ്പോഴാണ് നോക്കിക്കുന്ന ആൾക്ക് ഇത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് ഉൾക്കൊള്ളാൻ കഴിയുക. ഈ രീതിയിൽ കഴിഞ്ഞു പോയിട്ടുള്ളതോ ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ടുള്ള ഒട്ടുമിക്ക പ്രശ്നങ്ങളെക്കുറിച്ചും വിശകലനം ചെയ്യുമ്പോൾ
തീർച്ചയായിട്ടും വരാനിരിക്കുന്ന കാര്യങ്ങളിലും ഒരു പരിധിവരെ സത്യമുണ്ടാകാമെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. എന്നിരുന്നാലും നമ്മുടെയൊക്കെ ജീവിതത്തിന് മുന്നിൽ ഒരു തിരശ്ശീലയുണ്ട്. വരാൻ പോകുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നമുക്ക് ആർക്കും തന്നെ മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ എന്നിലേക്കൊക്കെ വരുന്ന ഒരുപാട് ഫോൺ കോളുകൾ, അതിൽ മിക്കതും പലതരത്തിലുമുള്ള ആപത്തുകൾ സംഭവിച്ചു കഴിഞ്ഞിട്ട് വരുന്ന ഫോൺ കോളുകളാണ്. അപ്പോഴൊക്കെ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ഇതിനു മുമ്പ് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ഗ്രഹനില പ്രകാരം നോക്കിയിട്ടുണ്ടോ എന്നുള്ളത്. അതിൽ 99% ആളുകളും പറയുന്നത് ഇത്തരം കാര്യങ്ങൾ നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളത് തന്നെയാണ്. അത്യപൂർവം ആളുകൾ ഇത് നോക്കിയെങ്കിലും അന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഖവിലേക്ക് എടുത്തില്ല എന്നും അതുകൊണ്ട് പിന്നീട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോയി എന്നും പറയാറുണ്ട്. അപ്പോൾ ഭൗതിക തലത്തിൽ നമ്മൾ എപ്രകാരമാണോ രോഗങ്ങൾ വരാതിരിക്കാൻ പരിശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ആപത്തുകൾ ഉണ്ടാവാതിരിക്കാൻ പരിശ്രമിക്കുന്നത്, അതുപോലെ തന്നെയാണ് അവരവരുടെ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുള്ള ദുരാനുഭവങ്ങൾ ഒഴിവാക്കാനും നമ്മൾ പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഭൗതിക തലത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ വ്യായാമം ചെയ്യും, ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ മരുന്നൊക്കെ വാങ്ങി ആ രോഗം മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കാറുണ്ട്. എന്നാൽ പല ആളുകളും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ജീവിതത്തിൽ നിരന്തരമായി കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിലും ആ കഷ്ടപ്പാടുകൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തു കിടക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നോ ഒരിക്കലും തന്നെ ആലോചിക്കാറില്ല. പല ആളുകളും ഇതെല്ലാം വിധിയാണ്, വിധി പോലെ എല്ലാം നടക്കട്ടെ എന്ന് കരുതി പലതും ക്ഷമിച്ചും സഹിച്ചും മുന്നോട്ട് പോവുകയാണ്. അത്തരത്തിൽ മുന്നോട്ട് പോകുന്ന ചില ആളുകൾക്ക് ഈ കാര്യങ്ങളിൽ നിന്ന് കുറെ കാലം കഴിയുമ്പോൾ മോചിതരാവാൻ കഴിയും. എന്നാൽ ചില ആളുകളുടെ ജീവിതം അപ്രകാരം തന്നെ തുടർന്നു പോവുകയോ വളരെയേറെ ബുദ്ധിമുട്ടിലേക്ക് എത്തിപ്പെടുകയോ ചെയ്യും എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു കാലത്ത് ജീവിതത്തിന്റെ ഉയരങ്ങളിലേക്ക് എത്തിയിരിക്കുന്ന ഒട്ടുമിക്ക ആളുകളും അവരുടെ ജീവിതത്തിലെ പോരായ്മകൾ തിരിച്ചറിഞ്ഞ് പരിഹരിക്കാൻ പരിശ്രമിച്ചിട്ടുള്ള ആളുകൾ തന്നെയാവും. അപ്പോൾ അതിനുള്ള ഒരു മാർഗമായിട്ടാണ് ജ്യോതിഷത്തിലൂടെ ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. നമുക്കറിയാം, പൂർവികരായിട്ടുള്ള ആചാര്യന്മാര് അല്ലെങ്കിൽ ഋഷീശ്വരന്മാർ ഇത്തരം ഗ്രന്ഥങ്ങളൊക്കെ രചിച്ചു വെച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരുപാട് ആളുകളുടെ ജീവിതാനുഭവങ്ങളിലൂടെയാണ്. അത് മാത്രമല്ല, മനുഷ്യ നന്മയ്ക്കായിട്ട് ഇതെല്ലാം പ്രയോജനപ്പെടണമെന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എന്നാൽ പല ആളുകളും പറയുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിനാണ് നോക്കുന്നത്, എന്തായിരുന്നാലും ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ സംഭവിക്കും എന്നൊക്കെയാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ പറഞ്ഞ കാര്യമാണ്, നമ്മുടെ മുന്നിൽ ഒരു കുഴിയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ ആ കുഴിയിൽ വീഴാതെ മറികടക്കാൻ നമുക്ക് പരിശ്രമിക്കാൻ കഴിയും. മറ്റൊരു കാര്യം, എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ദുരന്തങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഇപ്രകാരം പറയുന്ന ആളുകളോട് ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി ഉണ്ടാകുകയുമില്ല. അപ്പോൾ ഓരോ ദിവസത്തെയും വാർത്തകൾ എടുത്ത് പരിശോധിച്ചാൽ കേൾക്കാൻ കഴിയുന്ന പലതരത്തിലുള്ള ദുരനുഭവങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് ഇത്തരം പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കാൻ സാധിക്കുന്ന ഒരു ശാസ്ത്രം എന്ന രീതിയിൽ ജ്യോതിഷത്തിൽ ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് വിശകലനം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. പിന്നെ ഇവിടെ വരുന്നൊരു വിഷമെന്ന് പറഞ്ഞാൽ, ചില ആളുകൾ പറയുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ പണം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത്, അഥവാ നമ്മൾ എല്ലാ ജോലികളും ചെയ്യുന്നത് ധനം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. അതിനകത്ത് സംശയമില്ല. ഒരുപാട് ആളുകൾ ഇത്തരം ചോദ്യങ്ങൾ പല തവണയായിട്ട് ചോദിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഇതിന് വളരെ ലളിതമായൊരു മറുപടി ഇതിലൂടെ പറഞ്ഞു പോകുന്നത്. ഇപ്പൊ യൂട്യൂബിലൊക്കെ പ്രോഗ്രാംസ് ചെയ്യുന്നത് ഒരുപക്ഷെ ഇത് കാണുന്ന ആളുകൾക്ക് ഗുണം കിട്ടാൻ വേണ്ടി മാത്രമായിരിക്കില്ല, മറിച്ച് ആ പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിലൂടെ ധനസമ്പാദനവും കൂടി നടക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതിൽ സംശയമില്ല. അത് ഭൗതിക തലത്തിൽ അപ്രകാരം തന്നെയാണ്. ഒരാൾ പച്ചക്കറി വിൽക്കുന്നത് നമ്മുടെ വീട്ടില് ചോറിന് കറിയില്ലല്ലോ, അതുകൊണ്ട് അവരെങ്ങനെയെങ്കിലും കുറച്ച് കറി വെക്കട്ടെ എന്ന് കരുതിയല്ല, മറിച്ച് ആ പച്ചക്കറി വിൽക്കുന്ന ആളുടെ ഉപജീവന മാർഗമാണ് ആ പച്ചക്കറി വിൽക്കുക എന്നുള്ളത്. അതിൽ ഏത് പച്ചക്കറിയാണ് നമ്മൾക്ക് ഗുണം ചെയ്യുന്നത്, നമുക്ക് നല്ലതെന്ന് നോക്കിയിട്ട് നമുക്ക് തിരഞ്ഞെടുക്കുകയോ വാങ്ങുകയോ ചെയ്യാം. അതിലൂടെ ആ വിൽക്കുന്ന ആൾക്ക് ധനമുണ്ട്, ഒപ്പം നമുക്ക് അതിന്റെ ഗുണങ്ങൾ ലഭിക്കും. ആ രീതിയിൽ മാത്രമേ ഭൗതിക തലത്തിലും ആത്മീയ തലത്തിലും ഒക്കെ ഈ കാര്യങ്ങൾ കാണേണ്ടതായിട്ടുള്ളൂ. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ നമ്മൾക്ക് കിട്ടുന്ന ഗുണത്തെക്കാൾ ഉപരിയായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന ഗുണത്തെക്കുറിച്ചാണ് കൂടുതലും ആളുകൾ ചിന്തിക്കുന്നത്. പക്ഷെ നമ്മളൊക്കെ ജീവിതത്തിൽ പല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾക്ക് കിട്ടുന്ന ഗുണത്തെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ ചിന്തിക്കുക. അതിലൂടെ മറ്റുള്ളവർക്ക് ഗുണം ഉണ്ടാകണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അപ്രകാരം ചിന്തിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും അതിന്റെ ഫലങ്ങൾ ലഭിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത്, ഭാവി ജീവിതത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ അറിയാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാൾ ജ്യോതിഷവിധി പ്രകാരം ഈ കാര്യങ്ങൾ നോക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ നക്ഷത്ര ഫലത്തിലൂടെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. മറിച്ച് അവരുടെ ജനനസമയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സമ്പൂർണ്ണ ജാതക വിചിന്തനം ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റൊരു മാർഗമായിരിക്കുന്ന രാശി വെച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയോ ചെയ്യാം. രാശിയെക്കുറിച്ച് വളരെ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് ജനനത്തീയതി അറിയാത്ത ആളുകൾ ഉണ്ടാവും. അതുപോലെ അവരുടെ നക്ഷത്രങ്ങളൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് അവരുടെ ജീവിത കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു ഉപാധിയാണ് രാശി വെച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത്. പക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു ആചാര്യനെ സമീപിക്കുന്ന സമയത്ത് നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു ആചാര്യൻ പറയുന്നുവെങ്കിൽ മാത്രമേ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് വരുന്നുള്ളൂ എന്ന് മനസ്സിലാക്കാം. കാരണം ഇത് നോക്കുന്ന ആളുടെയും അറിവുകൾക്ക് വ്യത്യാസം ഉണ്ടാവും. ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്നതും അത് പ്രവർത്തിക്കാൻ കഴിയുന്നതും ഒക്കെ തന്നെ ഈശ്വരഭാഗ്യമാണ്. എന്നാൽ ഞാനൊക്കെ ഈ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളത് വളരെ പ്രായമുള്ള ആചാര്യന്മാരിൽ നിന്നാണ്.
അതിൽ പല ഗുരുക്കന്മാരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അത്തരത്തിൽ നൂറ്റാണ്ടുകളായിട്ട് നിലനിന്നിരുന്ന പല അറിവുകളും നമ്മളിലേക്ക് വരുമ്പോൾ ഇത്തരം അറിവുകൾ മനുഷ്യ നന്മയ്ക്കായിട്ട് പകർന്നു നൽകുക എന്നുള്ളത് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. പൊതുവായി വരുന്ന മറ്റൊരു ചോദ്യമാണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി മനസ്സിലാക്കി, പക്ഷെ മനസ്സിലാക്കിയത് കൊണ്ട് ഈ പ്രശ്നങ്ങൾ ഇല്ലാണ്ടാകുമോ എന്നുള്ളതാണ്. അതിനൊരു മറുപടി എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ഡോക്ടറെ പോയി കണ്ടിട്ട് നമ്മുടെ അസുഖത്തെക്കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ ആ അസുഖം എന്താണെന്ന് ഡോക്ടർ പരിശോധിച്ച് നമ്മളോട് പറഞ്ഞാലും നമ്മുടെ രോഗം മാറണമെന്നില്ല. രോഗം ഇന്നതാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രോഗമുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരിക്കും. പക്ഷെ അതിന് മാറ്റങ്ങൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ തക്കതായിട്ടുള്ള ഔഷധ സേവ ചെയ്യേണ്ടതായിട്ടുണ്ടാകും. അത് ഓരോ രോഗങ്ങൾക്കനുസരിച്ച്, ഓരോ സാഹചര്യങ്ങളനുസരിച്ച് ഔഷധ സേവയിൽ വ്യത്യാസം ഉണ്ടാകുകയും ചില ആളുകൾക്ക് ഔഷധം സേവിക്കുമ്പോൾ പെട്ടെന്ന് മാറുകയും ചില ആളുകൾക്ക് ഔഷധം സേവിച്ചാലും അസുഖങ്ങൾ കുറയാതിരിക്കുകയും ചെയ്യും എന്നതുപോലെ തന്നെയാണ് ഭൗതിക തലത്തിലെ ദൈവികമായ കർമ്മങ്ങളും. ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞ് മോശം കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥനകൾ ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ദാനധർമാദികളൊക്കെ ചെയ്ത് ദോഷഫലങ്ങൾ കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടതാണ്. എന്നാൽ എല്ലാ ആളുകൾക്കും ഇത്തരം പ്രാർത്ഥനകളും ദാനധർമാദികൾ കൊണ്ടും ഫലം ഒരുപോലെ ആയിരിക്കണമെന്നില്ല. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ. അപ്രകാരം ചിന്തിക്കുമ്പോൾ ഒരാളുടെ ജാതകത്തിലെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ ദേവകർമ്മങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമുള്ള ആളുകളുമുണ്ട്, ദേവകർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രാധാന്യമില്ലാത്ത ആളുകളുമുണ്ട്. ദേവകർമ്മങ്ങളിൽ പ്രാധാന്യമില്ലാത്ത ആളുകളുടെ ജാതകം നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഈശ്വരവിശ്വാസം വളരെ കുറവായിരിക്കുമെന്ന് മാത്രമല്ല, ദേവകർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് ഫലപ്രാപ്തി വളരെ കുറവായിരിക്കും. ഇവിടെ ഒരു ചോദ്യം വരുന്നത്, ദേവകർമ്മങ്ങൾ ചെയ്താൽ ഫലപ്രാപ്തി കുറയുന്നത് വിശ്വാസികളല്ലാത്ത ആളുകൾക്കാണോ എന്നുള്ള ഒരു ചോദ്യം വരാം. പക്ഷെ അപ്രകാരമല്ല. വിശ്വാസം ഉണ്ടെങ്കിൽ പോലും എല്ലാ ആളുകൾക്കും ഈശ്വരാനുഗ്രഹം ഒരുപോലെയല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നമുക്ക് പൊതുവായി ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. കാരണം ദൈവവിശ്വാസികളിൽ തന്നെ വളരെ സന്തോഷമായിട്ട് കഴിയുന്ന ആളുകളുമുണ്ട്, വളരെ വിശ്വാസത്തോടെ മുന്നോട്ട് പോയിട്ടും വളരെയേറെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ആളുകളുമുണ്ട്. എന്തായിരുന്നാലും ഒരു വ്യക്തിയെ പോലെയല്ല മറ്റൊരാള്. നക്ഷത്രഫലം എന്ന് പറയുന്നത് പൊതുവായ ചില കാര്യങ്ങൾ മാത്രമാണ്. ഈ ഒരു എപ്പിസോഡിലൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരുപാട് വ്യത്യസ്തതകൾ നിറഞ്ഞതാണ് മനുഷ്യജീവിതം. അതുപോലെ ഒരേ നക്ഷത്രക്കാരിൽ തന്നെ വളരെ വ്യത്യസ്ത അവസ്ഥകളുള്ള ആളുകളുണ്ട്. അങ്ങനെ വരുമ്പോൾ പൊതു നക്ഷത്രഫലത്തിലൂടെ അതിന്റെ ഗുണങ്ങൾ എല്ലാ ആളുകൾക്കും ലഭിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി എല്ലാ ആളുകളിലേക്കും ഗുണങ്ങൾ ലഭിക്കുന്ന രീതിയിലുള്ള ചില എപ്പിസോഡുകൾ കൂടി ചെയ്യാൻ ഇതുപോലുള്ള ചില പ്രോഗ്രാമിലൂടെ ആഗ്രഹിക്കുന്നത്. ഇവിടെ വ്യക്തിപരമായ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അവരവരുടെ ജീവിതത്തിനെ മെച്ചപ്പെടുത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. മനുഷ്യൻ ഒരുപോലെയാണെങ്കിലും പല രീതിയിലുള്ള ശാരീരിക ക്ഷമതയോടുകൂടി ആളുകളുണ്ട്. അതുപോലെ തന്നെയാണ് ഒരേ നക്ഷത്രക്കാരിൽ തന്നെ പല രീതിയിലുമുള്ള ജീവിതാനുഭവങ്ങളുള്ള ആളുകൾ ഉണ്ടാകും. ഒരുപാട് ആളുകളുടെ സംശയമാണ്, ഇന്ന നക്ഷത്രത്തിൽ പിറന്നത് കൊണ്ട് എനിക്ക് ഇന്ന ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത്. പൊതുവായ ചില സ്വഭാവങ്ങൾ ഒരേ നക്ഷത്രക്കാരിൽ വരാൻ സാധ്യതയുണ്ട് എങ്കിലും ജീവിതം ഒരുപോലെ ആകണമെന്ന് ഒരിക്കലുമില്ല. ഇനി പരിഹാര മാർഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇതൊരു പൊതുവായിട്ടുള്ള ഒരു എപ്പിസോഡാണ്. എന്നാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അനുസരിച്ചിട്ട് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ടുള്ള എപ്പിസോഡുകൾ തുടർന്ന് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് പൊതുവായിട്ട് ജീവിതം മെച്ചപ്പെടുത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഏതെങ്കിലും പ്രാർത്ഥനകളോ അല്ലെങ്കിൽ ഏതെങ്കിലും പൂജാവിധികളോ ഉണ്ടോ എന്നുള്ളതാണ് ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഓരോരുത്തരും പ്രസന്റ് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ ഗുണങ്ങൾ ലഭിച്ചിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചായിരിക്കും. എന്നാൽ അതേ കാര്യങ്ങൾ കൊണ്ട് എല്ലാവർക്കും ഗുണമുണ്ടാകണമെന്നില്ല. എങ്കിലും പൊതുവായി ചിന്തിക്കുമ്പോൾ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളിൽ നിന്ന് മുക്തി പ്രാപിക്കാനോ അല്ലെങ്കിൽ കാലദോഷങ്ങളെ പരിഹരിച്ച് ശുഭകരമായി ജീവിക്കാനോ ഒക്കെ ഒട്ടുമിക്ക ആളുകൾക്കും ദൈവികമായിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ അതിലെ വ്രതാനുഷ്ഠാനങ്ങളെ കുറിച്ചും ദാനധർമാദികളെ കുറിച്ചും കൃത്യമായിട്ട് പറയാറുണ്ട്. ഐതവിശ്വാസ പ്രകാരം ചിന്തിക്കുമ്പോൾ പലതരത്തിലുമുള്ള വ്രതങ്ങളുണ്ട്. അതില് മണ്ഡലകാല നോയമ്പ് എന്ന് പറയുന്ന നമ്മൾ ശബരിമലയ്ക്കൊക്കെ പോകാൻ വേണ്ടി എടുക്കുന്ന നോയമ്പ് 41 ദിവസമാണ്. അപ്രകാരം അല്ലാതെ തന്നെ കാർത്തിക വിളക്കിനും ശിവരാത്രിക്കും ഏകാദശിക്കും തുടങ്ങി നിരവധി പുണ്യദിനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പ്രാർത്ഥനാ രീതികളുണ്ട്. എന്നാൽ ഒരു വ്യക്തിക്ക് യഥാർത്ഥത്തിൽ അവരുടെ ജീവിത കഷ്ടപ്പാടിൽ നിന്നോ മോശമായ ജീവിത സാഹചര്യത്തിൽ നിന്ന് നല്ല ജീവിത സാഹചര്യത്തിലേക്ക് മാറുന്നതിനോ അതല്ലെങ്കിൽ ഒരാഗ്രഹം സഫലമാക്കി എടുക്കുന്നതിനോ ജീവിത പുണ്യം നേടുന്നതിനോ അല്ലെങ്കിൽ ജീവിത ലക്ഷ്യം നേടുന്നതിനോ ഒക്കെ ചില പ്രാർത്ഥനകളെ കുറിച്ച് പറയുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കുറഞ്ഞത് 21 ദിവസമെങ്കിലും നമ്മൾ വ്രതാനുഷ്ഠാനങ്ങൾ നോക്കണമെന്നുള്ളതാണ്. അപ്രകാരം വ്രതാനുഷ്ഠാനങ്ങളോട് കൂടി ചില പ്രാർത്ഥനകൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയും. അതായത് ഹൈന്ദവവിശ്വാസ പ്രകാരം മുജ്ജന്മകർമ്മങ്ങൾ കൊണ്ടോ ഈ ജന്മകർമ്മങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ ചെയ്തിരിക്കുന്ന കർമ്മദോഷങ്ങൾ കൊണ്ടോ വന്നു ഭവിച്ചിരിക്കുന്ന കഷ്ടപ്പാടുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം പ്രാർത്ഥനകളെ നിർദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ എല്ലാ വിശ്വാസികൾക്കും ഇത്തരത്തിലുള്ള പ്രാർത്ഥനാ രീതികൾ ഉണ്ടാകും. എന്നാൽ അതിൽ കുറഞ്ഞ ആളുകളായിരിക്കും കൃത്യമായി വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി മുന്നോട്ട് പോകുന്ന ആളുകൾ. മറ്റുള്ള ആളുകൾ വ്രതങ്ങളൊക്കെ എടുക്കുമെങ്കിലും പൂർണ്ണതയോടുകൂടി അത്തരം വ്രതങ്ങൾ എടുക്കാതിരിക്കും. അതിന് പല കാരണങ്ങളുണ്ടാവും. ചിലപ്പോൾ അവരുടെ ശാരീരിക അവസ്ഥ കൊണ്ടാവാം, അല്ലെങ്കിൽ മാനസിക അവസ്ഥ കൊണ്ടാവാം, അല്ലെങ്കിൽ രോഗാരിഷ്ടതകൾ കൊണ്ടാവാം. അങ്ങനെ പല രീതിയിലും ഇത്തരം വ്രതങ്ങൾ എടുക്കാൻ ചില ആളുകൾക്ക് കഴിയാതെ പോകാറുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്ക്
പിന്നീട് പല പല സമയങ്ങളിലായിട്ട് വ്രതങ്ങൾ എടുക്കേണ്ടതായിട്ട് വരുമെന്ന് പറയാറുണ്ട്. അപ്പോൾ അവരവരുടെ വിശ്വാസപ്രകാരമുള്ള അനുഷ്ഠാന വ്രതങ്ങൾ മാസത്തിലോ അല്ലെങ്കിൽ വർഷത്തിലോ കൃത്യമായി എടുത്തു പോകുന്ന ആളുകൾക്ക് മറ്റ് ദോഷങ്ങൾ ബാധിക്കില്ല എന്നാണ് സാധാരണ ഇതിൽ പറയുന്നത്. നമ്മളൊരു വ്രതം എടുത്ത് വെറുതെ ഇരിക്കുക എന്നുള്ളതല്ല, അവരവരുടെ കർമ്മങ്ങൾ ചെയ്യാം. അതോടൊപ്പം തന്നെ ഏത് പ്രാർത്ഥന ചെയ്യുന്നതിന് മുന്നോടിയായിട്ടും ഗണപതിക്ക് നേർച്ച സമർപ്പിച്ചുകൊണ്ട് വേണം വ്രതാനുഷ്ഠാനങ്ങളോ പ്രാർത്ഥനകളോ ചെയ്യാൻ. കാരണം ആ വ്രതം മുടങ്ങാതിരിക്കാൻ, ആ വ്രതത്തിന്റെ ഉദ്ദേശ ശുദ്ധി പൂർത്തിയാവാൻ വേണ്ടിയിട്ട് അത്തരത്തിലൊരു പ്രാർത്ഥന ആവശ്യമാണ്. അങ്ങനെ വരുമ്പോൾ എത്ര ദിവസമാണോ നമ്മൾ വ്രതം എടുക്കുക അത്രയും ദിവസം നമ്മൾ ഗണപതി പ്രാർത്ഥനകൾ ചെയ്യണം. ഗണപതിയുടെ ഒരു പ്രത്യേകത നമുക്കറിയാം, നിവേദ്യങ്ങൾ സമർപ്പിച്ച് വേണം പ്രാർത്ഥനകൾ ചെയ്യാൻ. എങ്കിലേ വിഘ്നേശ്വര പ്രീതി പൂർണ്ണമാകുകയുള്ളൂ എന്ന് പറയാം. അത് നമുക്കൊരു തേങ്ങയാവാം, അല്ലെങ്കിൽ അവല്, മലര്, കൽക്കണ്ട, മുന്തിരി, തേൻ അങ്ങനെ തുടങ്ങിയ പൂജാദ്രവ്യങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വ്രതാനുഷ്ഠാനങ്ങൾ എടുക്കുമ്പോൾ കൃത്യമായിട്ട് ലക്ഷ്മി പ്രീതി ചെയ്തിരിക്കണം. കാരണം ലക്ഷ്മി ചൈതന്യം എപ്പോഴും സദാ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഇതിന് ദൈവികമായിട്ട് പല മാർഗങ്ങൾ പറയുന്നു. അതിൽ ലക്ഷ്മി കളമൊക്കെ വരച്ചിട്ട് ലക്ഷ്മി പ്രീതി ചെയ്യുന്ന ആളുകളുണ്ട്. അപ്രകാരം അല്ലെങ്കിൽ ലക്ഷ്മിയുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് അതിന്റെ മുന്നിൽ തിരി തെളിച്ച് ലക്ഷ്മി ദീപമൊക്കെ തെളിച്ച് ത്രിമധുരമൊക്കെ സമർപ്പിച്ച് നമുക്ക് ലക്ഷ്മി പ്രീതി ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ കർമ്മദോഷങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 21 ദിവസങ്ങളിൽ വ്രതം എടുക്കണമെന്ന് പറയുമ്പോൾ 21 ദിവസം നമ്മൾ തുടർച്ചയായിട്ടുള്ള പ്രാർത്ഥനകൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല, അവരവരുടെ കർമ്മങ്ങൾ ചെയ്യാം. പക്ഷെ പുലക്കാലത്തിലും സന്ധ്യാസമയത്തോ അല്ലെങ്കിൽ രാത്രി കാലങ്ങളിലും 2 നേരം നമ്മൾ കൃത്യമായിട്ട് പ്രാർത്ഥനകൾ ചെയ്തിരിക്കണം. അതിൽ 7 ദിവസമെങ്കിലും തുടർച്ചയായിട്ട് മുൻജന്മ കർമ്മദോഷങ്ങൾ മാറാനുള്ള പ്രാർത്ഥന ചെയ്യണമെന്ന് പറയും. കാരണം നമ്മുടെ വിശ്വാസം അനുസരിച്ച് പൂർവ്വജന്മ കർമ്മഫലമാണ് ഈ ജന്മം എന്നാണ് പറയുക. അത്തരം ജന്മത്തിൽ നമ്മൾ ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. പക്ഷെ അത്ര ഒരു പ്രാർത്ഥന ഈ രീതിയിൽ ചെയ്യുന്നത് നല്ലതാണെന്ന് പറയാറുണ്ട്. ഒരു 7 ദിവസമെങ്കിലും മുൻജന്മ കർമ്മഭാവത്തിൽ നിന്നുള്ള മുക്തിക്കായിട്ട് പ്രാർത്ഥിക്കുക. ഈ സമയത്തൊക്കെ നമ്മൾ ദാനധർമാദികൾ ചെയ്യാൻ ശ്രമിക്കുക. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള പ്രാർത്ഥനകൾ ചെയ്ത് മുന്നോട്ട് പോവുക. ശുഭകർമ്മങ്ങൾ ചെയ്യുക. ശുദ്ധമായ മനസ്സോടുകൂടി ഇരിക്കാൻ ശ്രമിക്കുക. ആളുകളെ സഹായിക്കാൻ ശ്രമിക്കുക. ദോഷകർമ്മങ്ങൾ ചെയ്യാതിരിക്കുക. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, പിന്നീട് ഒരു 7 ദിവസം പ്രാർത്ഥിക്കണം ഈ ജന്മ കർമ്മ ദോഷങ്ങളിൽ നിന്നുള്ള മുക്തിക്കാണ്. അതായത് ഈ ജന്മത്തിൽ മനസ്സാവാച കർമ്മണ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി കൊണ്ട് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടുള്ള ദോഷങ്ങൾ നമ്മളിലേക്ക് വരാതിരിക്കാനുള്ള പ്രാർത്ഥനയാണ് 7 ദിവസം ചെയ്യേണ്ടത്. അതുപോലെ തന്നെയാണ് നമ്മുടെ 7 തലമുറ ചെയ്തിരിക്കുന്ന കർമ്മദോഷങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ പൂർവികരുടെ 7 തലമുറയുടെ കർമ്മദോഷങ്ങളും കർമ്മപുണ്യങ്ങളും നമുക്ക് ലഭിക്കുന്ന പറയുക. കർമ്മപുണ്യം ലഭിച്ചോട്ടെ, അത് നല്ലത് തന്നെയാണ്. പക്ഷെ കർമ്മദോഷങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മളെ ബാധിക്കാതിരിക്കുന്ന പ്രാർത്ഥന ചെയ്യണമെന്ന് പറയും. അതിനുശേഷമാണ് ശരിക്കും നമ്മുടെ ഭാവി ജീവിതത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടേക്കുള്ള പാതകളിൽ തടസ്സങ്ങൾ ഉണ്ടാവാതിരിക്കാനും ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനും ഒക്കെ പ്രാർത്ഥന ചെയ്യേണ്ടത്. അങ്ങനെയാണ് 21 ദിവസം വരുന്നത്. ഇത്തരത്തിലുള്ള പ്രാർത്ഥന അവരവരുടെ രീതിയിലൊക്കെ ചെയ്യാമെങ്കിലും ഇത് ചെയ്ത് വിജയിപ്പിക്കുക എന്ന് പറയുന്നത് 100% അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇത് ചെയ്യുന്ന സമയത്ത് പലതരത്തിലുമുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാവും, അതിനകത്ത് സംശയമില്ല. അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ പൂർണ്ണമായി എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റുന്നില്ല, കാരണം കുറച്ച് സമയം മാത്രമേ നമുക്ക് ഇന്ന് ഇതിനായിട്ടുള്ളൂ. പൊതുവിൽ ജീവിതത്തിലെ കർമ്മദോഷങ്ങളിൽ നിന്ന് മുക്തി പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊരു എപ്പിസോഡ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും അടുത്ത എപ്പിസോഡിൽ തീർച്ചയായിട്ടും ഇതിന്റെ അടുത്തൊരു ഭാഗം പറയുന്നതായിരിക്കും. കാരണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് കർമ്മദോഷങ്ങളിൽ നിന്ന് മുക്തി പ്രാപിക്കാൻ ശ്രമിക്കാം. എന്നിരുന്നാലും ഏത് പ്രതിസന്ധികളെയും നമുക്ക് തരണം ചെയ്യാൻ കഴിയും. അതുപോലെ ഏതിനും പരിഹാര മാർഗങ്ങളുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ പല ആളുകളും വലിയ വലിയ ദുരന്തങ്ങളിലേക്ക്, അപകടങ്ങളിലേക്കൊക്കെ എത്തിപ്പെടുകയാണ്. നിസ്സാരമായ ദാനധർമാദികൾ കൊണ്ടൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നം പിന്നീട് വലിയ ധനനഷ്ടവും ജീവിത നഷ്ടവും ഒക്കെ ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നതായിട്ട് പലരുടെയും ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആപത്തുകൾ സംഭവിച്ചു പോയ ആളുകൾക്ക് ഇനി ഇത് വീണ്ടെടുക്കാൻ കഴിയില്ല. അപ്പോൾ മറ്റുള്ളവരുടെ ദുരാനുഭവങ്ങളിൽ നിന്ന് നമ്മൾ സ്വയം പാഠങ്ങൾ ഉൾക്കൊണ്ട് മോശം കാര്യങ്ങൾ വരാതിരിക്കാനാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയൊരു എപ്പിസോഡുമായി നമുക്ക് ഏറ്റവും അടുത്ത ദിവസം കാണാം. നന്ദി, നമസ്കാരം.